പോലീസ് മർദ്ദിച്ചതായി പരാതി. നാലാഞ്ചിറ സ്വദേശി ദസ്തക്കീറിനാണ് മർദ്ദനമേറ്റത്. മണ്ണന്തല പോലീസ് മർദ്ദിച്ചതായാണ് പരാതി. മർദ്ദനമേറ്റ ദസ്തക്കീർ ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം ദസ്തക്കീറിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പോലീസ് വിശദീകരണം. ഇയാളെ പിടികൂടാൻ എത്തിയതാണെന്ന് പോലീസ് അറിയിച്ചു. ദസ്തക്കീറിന്റെ ഭാര്യയുടെ പരാതിയിൽ അന്വേഷിക്കാൻ എത്തിയതാണ് പോലീസ് എന്നാണ് പോലീസ് പറയുന്നത്. ഭാര്യയെ മർദ്ദിച്ചിരുന്നതായും ഇത് സംബന്ധിച്ച പരാതിയിൽ കേസ് അന്വേഷിക്കാൻ എത്തിയതാണെന്നുമാണ് പോലീസ് പറയുന്നത്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിന് ജാമ്യം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്ന് കോടതി അറിയിച്ചു. സമാന കുറ്റകൃത്യത്തിൽ ഉൾപ്പെടരുതെന്നും കോടതി അറിയിച്ചു. സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തി നടത്തിയ അതിക്രമം ഗൗരവമുള്ളതാണെന്നും ഇത് കാരണം ജാമ്യം അനുവദിക്കരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. നവംബർ 27-നാണ് സംവിധായിക മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഡിസംബർ 8-ന് പിന്നീട് കേസെടുത്തത്. കർണാടക ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആരോപണം പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. 4000 പേജുകളുള്ള അന്വേഷണ റിപ്പോർട്ട് ബെൽത്തങ്ങാടി കോടതിയിലാണ് സമർപ്പിച്ചത്. വിവാദ കാലയളവിലെ കാണാതായ കേസുകൾ, കണ്ടെത്തിയ തലയോട്ടികൾ എന്നിവയെക്കുറിച്ചുള്ള അന്വേഷണം തുടരുന്നതിനാൽ വിവാദങ്ങൾക്ക് കേന്ദ്രബിന്ദുവായ പ്രധാന ക്ഷേത്ര ഭരണകൂടത്തിന് റിപ്പോർട്ട് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ കേന്ദ്രീകരിച്ചാണ് റിപ്പോർട്ട്. വെളിപ്പെടുത്തൽ ദുരൂഹമാണെന്നും വ്യാജമൊഴിയും കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കിയതായും ഇതിന് പുറമേ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിയാക്കപ്പെട്ടതിന് പിന്നാലെ റിമാൻഡിലായ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ ജാമ്യത്തിലിറങ്ങി. പാലക്കാട് വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന്. DYSP-യുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷിക്കും. കൊലപാതകത്തിൽ ഇതുവരെ 5 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായണനെ മർദ്ദിച്ചത് 15 അംഗ സംഘമെന്നാണ് വിവരം. അട്ടപ്പള്ളം സ്വദേശികളായ അനു, പ്രസാദ്, മുരളി, കിഴക്കേ അട്ടപ്പള്ളം സ്വദേശികളായ ആനന്ദൻ, വിപിൻ എന്നിവരാണ് അറസ്റ്റിലായത്. മരിച്ച രാം നാരായണൻ നേരിട്ടത് മണിക്കൂറുകൾ നീണ്ട കൊടും ക്രൂരതയെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. തല മുതൽ കാൽ വരെ 40-ലേറെ മുറിവുകളും ശരീരത്തിൽ നിലത്തിട്ട് വലിച്ചിഴച്ചതിന്റെ അടയാളങ്ങളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തലയിലും ശരീരത്തിലുമേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30-യോടെയാണ് അട്ടപ്പള്ളം മാതാളിക്കാട് ഭാഗത്ത് വെച്ച് രാം നാരായണന് മർദ്ദനമേറ്റത്. കഞ്ചിക്കോട് കിംഫ്രയിൽ ജോലി തേടിയാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാം നാരായണൻ ഒരാഴ്ച മുമ്പ് പാലക്കാട് എത്തിയത്. പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ വഴിതെറ്റി വാളയാറിലെ അട്ടപ്പള്ളത്തെത്തി. പ്രദേശവാസികൾ സംഘം ചേർന്ന് രാംനാരായണനെ തടഞ്ഞുവെച്ച് കള്ളനെന്നാരോപിച്ച് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ് ചോര തുപ്പി നിലത്ത് വീണ രാംനാരായണനെ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച ആൾക്കൂട്ടം തല്ലിച്ചതയ്ക്കുകയായിരുന്നു. കൊല്ലത്ത് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവം ഗൗരവതരമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. സംഭവം വേദനിപ്പിക്കുന്നതും ഗൗരവതരവുമാണ്. പ്രാഥമിക അന്വേഷണത്തിൽ അധ്യാപകൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും V. ശിവൻകുട്ടി പറഞ്ഞു. കൊല്ലം ചാത്തനാകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയെ വിനായക് എന്ന അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചതായുള്ള സംഭവം അത്യന്തം ഗൗരവത്തോടുകൂടിയാണ് സർക്കാർ കാണുന്നത്. വിദ്യാലയങ്ങളിൽ കുട്ടികൾക്കെതിരായുള്ള ശാരീരിക പീഡനങ്ങൾ ഒരു കാരണവശാലും വെച്ചുകൊടുത്തിട്ടില്ല. പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈരാറ്റുപേട്ട കാരക്കോട് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ മർദ്ദനമേറ്റ സംഭവം അങ്ങേറ്റം വേദനിപ്പിക്കുന്നതും ഗൗരവമുള്ള കാര്യമാണ്. പരീക്ഷയ്ക്കിടെ സംശയം ചോദിച്ച കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നത് ന്യായീകരിക്കാനാകാത്ത കാര്യമാണ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട്. കുട്ടിയുടെ ചികിത്സയും വിശ്രമവും ഉറപ്പാക്കുന്നതോടൊപ്പം ഈ സംഭവത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിനും വകുപ്പിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകും. കുട്ടി എത്രയും വേഗം പൂർണ്ണമാക്കിട്ടെന്ന് ആശംസിക്കുക. ഇടുക്കി ദേവികുളം ഗ്രാമപഞ്ചായത്തിന്റെ 12ാം വാർഡ് ചെങ്കോട്ടയായി നിലനിർത്തിയതിന്റെ സന്തോഷത്തിലാണ് ശരത് ചന്ദ്രൻ. വികസനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ശരത് ചന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു.
ദേവികുളം ഗ്രാമപഞ്ചായത്തിന്റെ 12ാം വാർഡ് ചെങ്കോട്ടയാക്കിയതിന്റെ സന്തോഷത്തിലാണ് ശരത് ചന്ദ്രനുള്ളത്. ജയിച്ചുവല്ലോ അങ്ങനെ? അതെ, വളരെ സന്തോഷം. ഈ പഞ്ചായത്ത് രൂപീകൃതമായത് മുതൽ ഇവിടെ ഇടതുപക്ഷം മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. ആ വിജയത്തിന്റെ തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടി, നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ വേണ്ടി സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എത്ര വോട്ടിനാണ് ജയിച്ചത്? 144 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. ഈ പ്രചാരണ രംഗത്തൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും തുടക്കം മുതൽ തന്നെ വളരെ ആവേശത്തോടു കൂടിയാണ് ദേവികുളം ജനത ഓരോ സ്ഥാനാർത്ഥിയും 3 LDF സ്ഥാനാർത്ഥികളെ ഏറ്റെടുത്തത്. ആ ദേവികുളം ജനത അവർ നൽകിയ വോട്ടുകളിലൂടെ അത് അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു. ഈ പ്രചാരണ രംഗത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും ആളുകൾ വിവിധ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചാണല്ലോ, പോരായ്മകളും ഇതൊക്കെ വേണം, അങ്ങനെയുള്ള ഒരു ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിരവധിയായ ആവശ്യങ്ങൾ, അതായത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം LDFന്റെ ഭരണ നേട്ടം എന്നുള്ള നിലയ്ക്ക് ഇവിടെ അത്യാവശ്യം വേണ്ടുന്ന റോഡ് വികസനം, കുടിവെള്ളം, അതുപോലെ വൈദ്യുതി, വഴിവിളക്കുകൾ, അങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം കാലാകാലങ്ങളിൽ നടപ്പാക്കിയാണ് വന്നിരുന്നത്. അതിന്റെ പൂർത്തീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ചുരുക്കം ചില റോഡുകൾ, കോൺക്രീറ്റ് വർക്കുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുപോലെ അടിയന്തര ആവശ്യം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് എല്ലാ മേഖലയിലും തന്നെ കുടിവെള്ളത്തിന്റെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്. അതുപോലെ വൈദ്യുതി വിളക്കുകൾ പുതുതായി സ്ഥാപിക്കേണ്ടതുകൊണ്ട് ഉള്ളത് മെയിൻ്റനൻസ് നടത്തേണ്ടതുമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ആവശ്യങ്ങളായിട്ട് പലരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിന് എല്ലാ പ്രാധാന്യവും കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും സംഘടിപ്പിക്കുക. ഈ താലൂക്ക് ആസ്ഥാനമായ ദേവികുളത്ത് ഏറ്റവും വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഏറ്റവും ആശ്രയിക്കുന്നത് താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, റവന്യൂ ഓഫീസുകളൊക്കെയാണ്. അപ്പോൾ ഇവിടെ സർട്ടിഫിക്കറ്റുകൾക്കായിട്ട് വരുമ്പോൾ നിലവിൽ വൈദ്യുതി ബന്ധമില്ലാത്തത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പലപ്പോഴും വൈദ്യുതി മുടക്കമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ കഴിയുന്നത്. അത് എന്തെങ്കിലും ഇടപെടൽ നടത്തും? വൈദ്യുതി മുടക്കവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ ലോക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ മുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. അതിന് പുതിയതായിട്ടൊരു വൈദ്യുതി ലൈൻ ദേവികുളത്തേക്ക് ഈ തോട്ടം മേഖലയിൽ കൂടി അല്ലാതെ, മരങ്ങൾ നിൽക്കുന്ന മേഖലയിൽ കൂടി അല്ലാതെ NH സൈഡിൽ കൂടി ഒരു വൈദ്യുതി ലൈൻ ദേവികുളത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ വർക്കുകൾ പുരോഗമിക്കുന്നു. അതിൻ്റെ അകത്ത് വേണ്ട ഇടപെടലുകൾ നടത്തും. അതുകൂടാതെ മറ്റൊരു ഗുരുതര പ്രശ്നമാണ് ഇവിടെ നെറ്റ് ലഭ്യത ഇല്ല എന്നുള്ളത്. പല ഓഫീസ് കാര്യങ്ങളും ഇപ്പം എല്ലാം ഡിജിറ്റൽ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആവശ്യത്തിന് ഫോൺ സംവിധാനം പള്ളിവാസൽ വരെ എത്തിയിട്ടുള്ളൂ. അത് ദേവികുളത്തേക്ക് അടിയന്തരമായിട്ട് എത്തിക്കുന്നതിന് വേണ്ടുന്ന ഇടപെടലുകളും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. എന്താണ് ആദ്യഘട്ടമായി ഒരു വികസനം എന്ന നിലയ്ക്ക് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? ഒരു പ്രത്യേക പ്രോജക്റ്റ് ആദ്യമേ തന്നെ ലക്ഷ്യം ചെയ്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പഞ്ചായത്ത് രാജ് ആക്ടിന് വിധേയമായിക്കൊണ്ട് ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങളിലേക്ക് എല്ലാ വിധത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും എത്തിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ടൂറിസത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. മൂന്നാറിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന, എന്നാൽ മൂന്നാറിന്റെ തിക്കും തിരക്കുകളും ഇല്ലാത്ത ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഈ പ്രദേശം കൂടുതലായിട്ട് ടൂറിസം രംഗത്ത് വികസനം കൈവരിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ, ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതുകൂടാതെ സംസ്ഥാന സർക്കാരിന്റെ, നമ്മുടെ പ്രിയങ്കരനായ MLA നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ തന്നെയുണ്ട് ഈ മേഖലയിൽ. അതെല്ലാം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ലക്ഷ്യം. ഏതായാലും താലൂക്ക് ആസ്ഥാനമായ ദേവികുളത്ത് നല്ലൊരു വികസനം ഉണ്ടാകണം. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ദിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇടുക്കി ദേവികുളം ഗ്രാമപഞ്ചായത്തിന്റെ 12ാം വാർഡ് ചെങ്കോട്ടയായി നിലനിർത്തിയതിന്റെ സന്തോഷത്തിലാണ് ചരചന്ദ്രൻ. ആ സന്തോഷമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. UDF നേതൃത്വത്തിലുള്ള ഭരണസമിതി കോഴിക്കോടിന്റെ വികസനത്തിലെ സാമ്പ്രദായിക രീതികൾ മാറ്റുമെന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നിയുക്ത വൈസ് പ്രസിഡന്റ് KK നവാസ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇടത് ജനപ്രതിനിധികളെ അടക്കം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഭരണമായിരിക്കും ഇത്. വികസനത്തിലും ഭരണനിർവഹണത്തിലും ഒരു വിവേചനവും കാണിക്കില്ല. തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരിൽ ഇടതുപക്ഷക്കാരുമുണ്ടെന്ന് KK നവാസ് പറഞ്ഞു. കോഴിക്കോട് നിന്നും റിയാസ് കൈമാർ തയ്യാറാക്കിയ വാർത്ത കാണാം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ലീഗുകാരൻ വൈസ് പ്രസിഡന്റ് ആവുന്നു എന്ന ഒരു ചരിത്രമാണ് ഇത്തവണ ഉണ്ടാകുന്നത്. അതായത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആദ്യമായിട്ടാണ് UDF ഭരണം നേടുന്നത്. അതിൽ ആദ്യമായി ഈ ഒരു ലീഗുകാരൻ വൈസ് പ്രസിഡന്റായി വരുന്നു. അത് മറ്റാരുമല്ല, മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK നവാസാണ്. അദ്ദേഹം നാദാപുരം ഡിവിഷനിൽ നിന്നാണ് മത്സരിച്ചത്. ആ വിജയത്തെക്കുറിച്ച്, ഒപ്പം തന്നെ പുതിയ സ്ഥാനലബ്ധിയെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നിയുക്ത വൈസ് പ്രസിഡന്റ് KK നവാസ് കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എങ്ങനെയാണ് പാർട്ടി ഒരു സ്ഥാനം ഏൽപ്പിച്ചപ്പോൾ എന്ത് തോന്നി? പാർട്ടി സ്ഥാനം ഏൽപ്പിച്ചത് പാർട്ടിക്ക് നല്ലൊരു കാഴ്ചപ്പാട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കിട്ടിയാൽ ഉണ്ടാക്കണമെന്നുണ്ട്. ആ കാഴ്ചപ്പാടനുസരിച്ച് കൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കും.
കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പോലെയുള്ള കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ഇതുവരെയായി ഒരു സാമ്പ്രദായിക രീതിയിലാണ് പോയത്. കുറേ ഫണ്ട് കിട്ടും, അത് ഞങ്ങളുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലത്ത് ചിലവഴിക്കും, മറ്റുള്ള ആളുകളെ പരിഗണിക്കില്ല. എന്നാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഞങ്ങളൊരു രീതി തന്നെ എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ട് അതിൽ ഞങ്ങൾ വികസന കാര്യങ്ങളിലോ പദ്ധതി നിർവഹണ കാര്യങ്ങളിലോ രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു വേർതിരിവും കാണിക്കാതെ ഒന്നിച്ച് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു ഭരണ സംസ്കാരം എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതിന് ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട്. എന്തായാലും ഇതുവരെ ഭരിച്ചിട്ടുള്ള CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കാണിച്ച പോലെയുള്ള ഒരു ഭരണ സംസ്കാരം ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കേണ്ട. ഞങ്ങൾ CPM-നെയും എല്ലാ ആളുകളെയും ഒരുപോലെ ഉൾക്കൊണ്ട് നാടിനെ ഒന്നായി കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതി നടപ്പിലാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു നിർദ്ദേശമാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വികസന കാര്യങ്ങളിൽ, പദ്ധതി നിർവഹണ കാര്യങ്ങളിൽ രാഷ്ട്രീയ കക്ഷി മത ആ തരത്തിലുള്ള ഒരു വിവേചനവും കാണിക്കാതെ ഒരു നല്ല ഒരു നാടിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്, അതിനാണ് നിങ്ങൾ നിയോഗിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരം പ്രതി ഞങ്ങളനുസരിക്കും. അതിൽ എങ്ങനെയായിരിക്കണം ഒരു ഭരണം കിട്ടിയാൽ മറ്റ് പരാജയപ്പെട്ടവരെ ഉൾപ്പെടെ പരിഗണിക്കേണ്ടത് എന്നതുകൂടി ഞങ്ങൾ കാണിച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മറ്റൊന്ന്, സ്വാഭാവികമായിട്ടും ഒരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ അത് LDF-ൻ്റെ ഒരു മെമ്പറാണ് എന്നുള്ളതുകൊണ്ട് അങ്ങനെ മാറ്റി നിർത്തില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അത് മുസ്ലിം ലീഗ് എന്ന് പ്രതീക്ഷിക്കേണ്ട. ഞങ്ങളിപ്പോൾ ഒരു വികസന ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, വികസന ഫണ്ട് എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ നികുതി പണമാണല്ലോ, ഓരോരുത്തർക്കും അർഹമായത് കൊടുക്കണം. അർഹമായത് കൊടുക്കാതെ പിടിച്ചു വെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കൾച്ചറല്ല. ആ രീതിയിലേക്ക് ലീഗ് ഒരിക്കലും പോവില്ല. ഇതന്നെ UDF-ൻ്റെ ഒരു പൊതു തന്നെ അതാണ്. നിങ്ങൾക്കൊക്കെ അത് UDF ഭരണത്തിൽ വരുന്ന സമയത്ത് കാണാം. ആ ഒരു നാദാപുരം ഡിവിഷനിൽ താങ്കളുടെ വിജയം പോലും ഒരു സാധാരണ നേരത്തെ LDF ഇത്തവണ നാദാപുരം ഡിവിഷൻ ഒക്കെ പിടിച്ചെടുക്കുമെന്നുള്ളൊരു വലിയ പ്രചരണം ഒക്കെ ഉണ്ടായിരുന്നു. ആ വിജയം എങ്ങനെയായിരുന്നു എന്നുള്ളത്? നാദാപുരത്ത് എൻ്റെ ഈ ഡിവിഷനിൽ 8 പഞ്ചായത്തുകളും വരുന്നുണ്ട്, 60 ഡിവിഷനാണ്. അതിൽ LDF-ന് പ്രത്യേകിച്ച് CPM-ന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലടക്കം UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നല്ലൊരു വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അവിടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്ക് പരിചയമില്ലാത്തതാണ്. അവർ ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അത് സ്വീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷക്കാരുടെ അടക്കം വോട്ടോടു കൂടിയാണ് ഞാൻ വിജയിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് പരിഗണന കൊടുക്കണം. അങ്ങനെയുള്ള സംഗതിയുണ്ട്. ഇപ്പോൾ എൻ്റെ നാദാപുരമൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടോ, കലുഷിതമായ അന്തരീക്ഷമൊക്കെയുള്ള സ്ഥലമാണ്. അവിടെ എല്ലാ പാർട്ടികളും, അതിൽ CPM ഉണ്ട്, ലീഗും ഉണ്ട്, CPI എല്ലാവരും ഉണ്ട്. എല്ലാവരും സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും തൊഴിലിൻ്റെ കാര്യത്തിലും വലിയ ശ്രദ്ധ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ അറിയാം. എൻ്റെ ഡിവിഷനിൽ മാത്രം ഒരു വർഷം ശരാശരി 5000-ഓളം കുട്ടികൾ ഗ്രാജുവേറ്റ്സായി പോകുന്നുണ്ട്. ഇവരെങ്ങോട്ട് പോകുന്നു വലിയ വിഷയമാണ്. അതൊക്കെ ഞങ്ങളൊന്ന് കൈവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ. KK നവാസാണ് നിയുക്ത ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ സംബന്ധിച്ച വലിയ സ്വപ്നങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ നടപ്പാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. സന്നിധാനത്ത് സന്നദ്ധ സേവനവുമായി സജീവമാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. തമിഴ്നാട് നീലഗിരി ജില്ലയിൽ നിന്നുള്ള 68 അംഗ സംഘമാണ് സന്നദ്ധ സേവനത്തിനുള്ളത്. കൂലിയൊന്നുമില്ലാതെ നമ്മളെ ശരീരത്തിന് പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ഇത്രയും പേരെയും നമ്മൾ കൊണ്ടു നടത്താനും ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ നമ്മളായിട്ട് തന്നെ നോക്കി നടത്തി കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വരാം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വരണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് വരാം. സന്നിധാനത്തേക്കുള്ള വഴികളിൽ ക്ഷീണിതരായി തളർന്നു പോകുന്നവരെയും പ്രായാധിക്യം മൂലം അവശത അനുഭവിക്കുന്നവരെയും സ്ട്രെച്ചറിൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്ന സംഘത്തിലെ അംഗങ്ങളാണ് ഈ യുവാക്കൾ. ടീം ലീഡർ ജിനി ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ 68 അംഗ സംഘമാണ് സൗജന്യ സേവനം നടത്തുന്നത്. മലയാളികൾ ഉൾപ്പെടെ ഊട്ടി, ഗൂഡല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലെ മറ്റ് സ്ഥലങ്ങളിലെ ആളുകളുമാണ് ഈ സംഘത്തിലുള്ളത്. കഴിഞ്ഞ 6 വർഷത്തിലധികമായി ഇവർ ഈ സൗജന്യ സേവനത്തിന് ശബരിമലയിൽ എത്തുന്നു. എല്ലാ ജോലികളും മാറ്റിവെച്ചാണ് ഈ സേവനം.
ആർക്കും ജോലിയും കൂലി ഇല്ലാത്ത ആൾക്കാരല്ല, എല്ലാവർക്കും ജോലിയുള്ള ആൾക്കാരാണ്. ഈ മണ്ഡലകാലം കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത മണ്ഡലകാലത്തേക്കുള്ള ആൾക്കാർ നമ്മൾ റെഡിയാക്കി വെക്കും. നമ്മൾ 4 മാസം മുമ്പ് നമ്മൾ ഒരു 10 ദിവസം ഗ്യാപ്പ് ഇട്ട് ഒരു 50 പേരെ 40 പേരെ റെഡിയാക്കി റൊട്ടേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. പാണ്ടിത്താവളം, അപ്പാച്ചിമേട്, ശരംകുത്തി, നീലിമല, മരക്കൂട്ടം എന്നിവിടങ്ങളിലായി 7 അംഗ സംഘമായി തിരിഞ്ഞാണ് ഇവരുടെ പ്രവർത്തനം. സത്രം, പുല്ലുമേട്, കാനനപ്പാത വഴി സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തരിൽ അവശത അനുഭവിക്കുന്നവരെ സ്ട്രെച്ചറിൽ സന്നിധാനത്തേക്കും വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനുമായി എത്തിക്കുകയാണ് പാണ്ടിത്താവളത്തുള്ളവർ. അവശരാകുന്ന അയ്യപ്പ ഭക്തരെ സ്ട്രെച്ചറിൽ ചുമലിലേറ്റി ഇവർ അതിവേഗം പാണ്ടിത്താവളത്തെത്തും. അതുകൊണ്ട് ഡെത്തില്ല, എമർജൻസി വർക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമ്മൾ നീലിമല, അപ്പാച്ചിമേട്, ശരംകുത്തി, സന്നിധാനം ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മളെ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. മൊത്തം ഒരു 10-65 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആളുടെ ഷോർട്ടേജ് നമുക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മൾ 24 മണിക്കൂർ നമ്മൾ ഉറങ്ങാതെയാണ് ഇത് ഓടുന്നത് ചെയ്യുന്നത്. 10 ദിവസത്തേക്കാണ് ഓരോ പോയിന്റിലും ഒരു ടീം സേവനം ചെയ്യുക. തുടർന്ന് അടുത്ത ടീം എത്തും. ഈ രീതിയിൽ ഓരോ പോയിന്റിലും മാറി മാറിയാണ് ഇവരുടെ സേവനം. വനംവകുപ്പും പോലീസും എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ടെന്ന് സംഘാംഗങ്ങൾ പറയുന്നു. ഇവരുടെ സേവനം അടിയന്തര ഘട്ടങ്ങളിൽ ഏറെ വിലപ്പെട്ടതാണെന്ന് ഉദ്യോഗസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നു. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, സൂര്യദേവ മഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. സ്വർണം വെള്ളി നിരക്കുകൾ. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,300 രൂപ, പവന് 98,400 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,175 രൂപ, പവന് 81,400 രൂപ. വെള്ളി ഗ്രാമിന് 213 രൂപ, കിലോ 2,13,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. മലപ്പുറം കൊണ്ടോട്ടിയിൽ ലഹരി കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കോഴിക്കോട് കുതിരവട്ടം സ്വദേശി അക്ഷയാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിലെ 7 പ്രതികളും പിടിയിലായി. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ലഹരിയുമായി 2 കാറുകളിലെത്തിയ 7 പേരിൽ 6 പേരെ പോലീസ് പിടികൂടിയിരുന്നു. ഇവരുടെ പക്കൽ നിന്നും 152 ഗ്രാം MDMAയും പണവും ഇലക്ട്രോണിക് ത്രാസും പോലീസ് കണ്ടെടുത്തിരുന്നു. തണുത്ത് വിറച്ച് മൂന്നാറിൽ താപനില 0-നും താഴെ. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ്. ദേവികുളം, മൂന്നാർ, നല്ലതണ്ണി മേഖലകളിൽ താപനില 0-മാണ്. மூணாரில் பனிக்காலம் தொடங்கிருச்சு. நடையாறு எஸ்டேட்டுக்கு போகிற வழியில் பனி பறந்து கிடக்கு. டீ தேலையை ஃபுல்லாக பனி தான். கீழே புல் எல்லாமே பனி பறந்து எல்லாமே பனி தான். இன்னும் நமக்கு நம்ம 3 மாதத்துக்கு ஃபுல்லாக மூணாரில் பனிக்காலம் தான். കൊച്ചി കോർപ്പറേഷൻ മേയറെ തീരുമാനിക്കാനുള്ള കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം ചൊവ്വാഴ്ച ചേരും. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് മേയറാകാനാണ് സാധ്യത. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുക. ലത്തീൻ വിഭാഗത്തിൽ ഒരാളെ മേയറാക്കണമെന്ന ആവശ്യം പാർട്ടിയിലും ലത്തീൻ സംഘടനകളിലും ഉയർന്നിട്ടുണ്ട്. ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ സാമുദായിക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമാണ്. മലപ്പുറം നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം പൊളിക്കുന്നു. PV അൻവർ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് നവീകരണത്തിന്റെ ഭാഗമായി പൊളിക്കുന്നത്. നിലമ്പൂരിൽ 9 വർഷത്തോളം PV അൻവറിന്റെ MLA ഓഫീസായിരുന്നു ഇത്. പിന്നീട് തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലമാവുകയായിരുന്നു മണ്ഡലം ഓഫീസ്. തൃശൂർ കല്ലൂരിൽ സ്വകാര്യ ബസ് ഉടമയുടെ സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾക്ക് ജീവപര്യന്തം തടവും
പിഴയും വിധിച്ച് കോടതി. മാന്നാമംഗലം സ്വദേശി ഷെറി, മരോട്ടിച്ചാൽ സ്വദേശികളായ പ്രകാശൻ, അനൂപ് എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. 2010 ജൂലൈ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. സ്വകാര്യ ബസ് സർവീസിനെ സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബിജു എന്നയാളുടെ ബസ് തല്ലിപ്പൊളിക്കുകയായിരുന്നു. തുടർന്ന് ബിജു പോലീസിൽ പരാതി നൽകി. പിന്നാലെ ഈ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ സംഘം ചേർന്ന് ബിജുവിനെയും സഹോദരൻ റിജുവിനെയും ആക്രമിക്കുകയായിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് 2 പേർ മരിച്ചു. മുതാക്കൽ സ്വദേശികളായ അമൽ, അഖിൽ എന്നിവരാണ് മരിച്ചത്. ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിടിച്ച് മറിയുകയും ഇരുവരും ഓടയിലും സമീപത്തുമായി വീഴുകയായിരുന്നു. ഓടയിൽ വീണു കിടന്നതിനാൽ മറ്റ് യാത്രക്കാരും കണ്ടില്ല. പിന്നീട് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. കൊല്ലം നിലമേൽ നിർത്തിയിട്ട KSRTC ബസ്സിൽ ആംബുലൻസ് ഇടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കുരിയോട് നിന്ന് കിടപ്പ് രോഗിയുമായി പോയ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ആംബുലൻസിനെ മറികടക്കാൻ ശ്രമിക്കവേ ആംബുലൻസിൽ തട്ടുകയും ആംബുലൻസ് നിയന്ത്രണം തെറ്റി ബസ്സിലിടിക്കുകയുമായിരുന്നു. ഇടിച്ച കാർ നിർത്താതെ പോയി. പത്തനംതിട്ട പന്തളം കൂരമ്പാല പറന്തലിന് സമീപം കാറിൽ ടെമ്പോ ഇടിച്ച് അപകടം. പന്തളത്ത് നിന്നും അടൂർ ഭാഗത്തേക്ക് പോയ വാഗണാർ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ടെമ്പോയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ നിയന്ത്രണം വിട്ട ടെമ്പോ നിർത്തിയിട്ടിരുന്ന ടിപ്പറിലിടിച്ച് കൈവരികൾ തകർത്ത് അടുത്ത പറമ്പിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റവരെ അടൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മലപ്പുറം താനൂരിൽ മുസ്ലിം ലീഗിന്റെ ഓഫീസ് കത്തിച്ചു. സംഭവത്തിന് പിന്നിൽ CPIM എന്ന് സംശയിക്കുന്നതായി ലീഗ് ആരോപിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പരാജയമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. UDFന്റെ വിജയാഘോഷം ഇന്ന് നടക്കാനിരിക്കെയാണ് ആക്രമണമുണ്ടായത്. ലീഗ് ഓഫീസ് പൂർണ്ണമായും കത്തി നശിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തു. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് ഇരിയണ്ണിയിൽ പുലി ഇറങ്ങി എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. ജനവാസ മേഖലയിലാണ് ഈ പുലി ഇറങ്ങിയത്. കാസർഗോഡ് ഇരിയണ്ണിയിലാണ് പുലി ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുനായെ കടിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവം നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങുന്ന സംഭവം ഇപ്പോൾ പതിവായിരിക്കുകയാണല്ലേ. അത്രത്തോളം വയനാട്ടിൽ ഇപ്പോൾ നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള വാർത്തയൊക്കെ നമ്മൾ നോക്കിയതേ ഉള്ളൂ. കടുവ ആക്രമണത്തിൽ ഒരാൾ മരിച്ച വാർത്തയൊക്കെ നമ്മൾ അത് കണ്ട് അവിടുത്തെ പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങളടക്കം കണ്ട് ഒന്ന് ഇരിക്കുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. കാസർഗോഡ് ഇരിയണ്ണയിൽ ഇത്തരത്തിൽ ഒരു പുലി ഒരു ഭീതി പടർത്തുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നു. 8 മണിയോടുകൂടിയാണ് ഈ ഒരു പുലി അവിടെ ഇറങ്ങിയത്. അവിടുത്തെ ഒരു വളർത്തുനായെ കടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. വളർത്തുനായ്ക്കൾ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേരളത്തിൽ. അതൊക്കെ അവർക്ക് ഇത് കേൾക്കുമ്പോൾ വലിയൊരു സങ്കടകരമാണ്. വീട്ടിൽ വളർത്തുന്ന ഒരു വളർത്തുനായെ കൊണ്ടുപോയി പൊന്നോമന പോലെ സ്നേഹിച്ച് വളർത്തിയ ഒരു വളർത്തുനായാണ് ആ പുലി പിടിച്ചുകൊണ്ടുപോയി. വലിയൊരു സങ്കടകരമായൊരു നിമിഷമാണ്. അപ്പം മനുഷ്യനോളം തന്നെ മൃഗങ്ങളെയും സ്നേഹിക്കുന്ന ഒട്ടനവധി മനുഷ്യരുണ്ട്. അവർക്കൊക്കെയാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ ഏറെ ഒരു ഭാരം മനസ്സിലിങ്ങനെ ഉണ്ടാവുന്നത്. വയനാട്ടിൽ നമ്മൾ കണ്ടു. വയനാട്ടിൽ ഉന്നതിയിലുള്ള ഒരു യുവാവിനെ, കൂമൻ എന്നാണ് ആ യുവാവിൻ്റെ പേര്, അത് പിന്നീട് കാട്ടിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അത് നേരത്തെ അവിടെ കടുവ ഇറങ്ങിയിരുന്നു. അതൊക്കെ നാട്ടുകാർ കൃത്യമായി അറിയിച്ചിരുന്നു. പക്ഷേ എന്നാൽ അതിനുള്ള നടപടി എടുത്തില്ല എന്നുള്ളതൊക്കെയാണ് നമ്മളത് കണ്ടിരുന്നത്. ഇപ്പോൾ ഈ കാസർഗോഡിൽ ഇരിയണ്ണിയിൽ ഈ പുലി ഇറങ്ങിയ ഒരു വിവരമാണ് ലഭിക്കുന്നത്. പുലി ഇറങ്ങിയ ശേഷം ജനവാസ മേഖലയിലാണ് കേട്ടോ പുലി ഇറങ്ങിയത്. അപ്പോൾ അവിടെ പുലി ഇറങ്ങി വളർത്തുനായെ കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ ആ ജനങ്ങളുടെ, പ്രദേശവാസികളുടെയൊക്കെ വിവരമൊക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അവിടെയും ഇതിനു മുമ്പ് ഇത്തരത്തിലൊക്കെ പുലി ഇറങ്ങിയിട്ടുണ്ടോ? നേരത്തെ പുലി ഇറങ്ങിയതിന് ശേഷം പ്രദേശവാസികൾ കണ്ട് അധികൃതരെ അറിയിച്ചിട്ടുണ്ടോ? അധികൃതർ എന്നിട്ടും അതിനൊരു നടപടി എടുക്കാത്തതാണോ കാരണം? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉയരുന്നു
ഈ ഒരു കാസർഗോട്ടെ ഈ പുലിയെ സംബന്ധിച്ച് കാസർഗോഡ് ഇരിയണ്ണിയിൽ ഒരു പുലി ഇറങ്ങിയിരിക്കുന്നത്. ജനവാസ മേഖലയിലാണ് ആ പുലി ഇറങ്ങിയിരിക്കുന്നത്. വളർത്തുനായയാണ് കടിച്ചുകൊണ്ടുപോയത്. വളർത്തുനായയെ കടിച്ചുകൊണ്ടുപോയി എന്തായി എന്നുള്ളത് അറിയില്ല, സങ്കടകരമാണ്. 8 മണിയോടെയാണ് ഈ ഒരു സംഭവം നടന്നത്. കാസർഗോഡ് ഇരിയണ്ണിയിൽ പുലി ഇറങ്ങിയിരിക്കുന്നു. വയനാട്ടിൽ ഒരു കടുവ ഭീഷണി പരത്തുമ്പോൾ കാസർഗോഡ് ഇരിയണ്ണിയിൽ ഒരു പുലിയാണ് ഭീഷണി തീർക്കുന്നത്. ഇനി നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. നിഖില വിമൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന പെണ്ണ് കേസിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഹക്കീം ഷാജഹാൻ, അജു വർഗീസ്, രമേശ് പിഷാരടി, ഇർഷാദ് അലി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. നവാഗതനായ ഫെബിൻ സിദ്ധാർത്താണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. നാടെങ്ങും നടന്ന വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു പെൺകുട്ടിയായാണ് നിഖില ചിത്രത്തിലെത്തുന്നത്. ഇവിടെ പറ്റിച്ച് കടന്നു കളഞ്ഞ സ്ഥലങ്ങൾ നോക്കി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള മൊത്തം റൂറൽ ഏരിയാസ്. ഇവനൊക്കെ ഇത് എവിടുന്നടേ? ഇതെല്ലാം ഇത് ഒറ്റക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. സാറേ, സാറ് മാന്യനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനല്ലേ, സാറ് ഇതിൽ മാന്യമായിട്ടൊരു തീരുമാനമുണ്ട്. പുതുമുഖ ബാലതാരം ആദികേശവൻ പ്രധാന കഥാപാത്രമാകുന്ന അജിത് പൂജപ്പുര തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിദ്ധു എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വെച്ചാണ് അണിയറ പ്രവർത്തകർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത്. ബാലതാരം ഷിയാര ഫാത്തിമ, ഹോളിവുഡ് താരം സിറിയ കാലഞ്ചേരി, ജോയ് മാത്യു, ജാഫർ ഇടുക്കി, ബാലാജി ശർമ്മ, അരിസ്റ്റോ സുരേഷ് തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. ആലഞ്ചേരി സിനിമാസ്, അബിൻ എന്റർടൈൻമെന്റ്സ് എന്നീ ബാനറിൽ ഡോക്ടർ അബിൻ പാലോട്, സിറിയ കാലഞ്ചേരി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന മാ വന്ദേ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ഉണ്ണി മുകുന്ദൻ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സിൽവർ കാസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ വീർ റെഡ്ഡി എം ആണ് നിർമ്മിക്കുന്നത്. ക്രാന്തികുമാർ CH ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിൽ ബോളിവുഡ് താരം രവീണ ടണ്ടൻ നിർണായക വേഷത്തിലെത്തും. മോദിയുടെ അമ്മയായ ഹീരാബെൻ എന്ന കഥാപാത്രത്തെയാണ് രവീണ അവതരിപ്പിക്കുന്നതെന്നാണ് സൂചനകൾ. നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലം മുതൽ അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നതുവരെയുള്ള സംഭവ ബഹുലമായ ജീവിതമാണ് മാ വന്ദയുടെ ഇതിവൃത്തം. ആദ്യ ദിനം റെക്കോർഡ് കളക്ഷനുമായി ദിലീപ് ചിത്രം ഭയഭക്തി ബഹുമാനം ഭ ഭ ഭ 7.2 കോടി ആണ് ആദ്യ ദിനം ചിത്രം കേരളത്തിൽ നിന്നും നേടിയത്. ദിലീപ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ കൂടിയാണത്. ഒടിയൻ, KGF 2, ലിയോ, എമ്പുരാൻ, കൂലി എന്നിവയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിനം 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ മറ്റ് ചിത്രങ്ങൾ. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. ജനപ്രിയ വെബ് സീരീസായ കണിമംഗലം കോവിലകം സിനിമയാകുന്നു. സിനിമയിലെ പ്രൊമോ ഗാനവും പുറത്തിറങ്ങിയിട്ടുണ്ട്. തീപ്പോരി ബെന്നി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ രാജേഷ് മോഹൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുൻപേ തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. 2026 ജനുവരി മാസത്തിൽ തിയേറ്ററുകളിൽ എത്താനിരിക്കുന്ന ചിത്രത്തിന്റെ പ്രൊമോ ഗാനം മലയാള സിനിമയുടെ പ്രിയതാരം ബേസിൽ ജോസഫാണ് പുറത്തുവിട്ടത്. സംഗീത സംവിധായകനും ഗായകനുമായ ജാസി ഗിഫ്റ്റാണ് പ്രൊമോ ഗാനം ആലപിച്ചിരിക്കുന്നത്. പടിപടി ഉയരണ തലമുറകൾ അടിമുടി മറിയണ കാലം മുതലുകൾ അനവധി കയ്യേല് വരണൊരു ശുഭനേരം പല പല ബിരുദുകൾ ഇനി നിറയും മനസ്സിലെ വിളവിന്റെ ലേലം. കൊല്ലം കൂട്ടിക്കടയിലെ വ്യവസായ സഹകരണ സംഘത്തിന്റെ കെട്ടിടം അപകട ഭീഷണിയിൽ. 60 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച കൈത്തറി നെയ്ത്ത് സംഘത്തിന്റെ കെട്ടിടമാണിന്ന് ഇഴജന്തുക്കളുടെ താവളമായത്. പ്രവർത്തനം നടന്നിരുന്ന കാലം സാമ്പത്തിക ബാധ്യതയാൽ കെട്ടിടം നടത്തിപ്പുകാർ ഉപേക്ഷിച്ചു. തുടർന്ന് വ്യവസായ വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തു. കെട്ടിടത്തിന്റെ സമീപത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്കും ഭീഷണി നേരിടുന്നുണ്ട്. ഇതിപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് ഈ വഴി കൂടെ സഞ്ചരിക്കുന്ന ഒരു 6-7 കുടുംബങ്ങളുണ്ട്. അങ്ങോട്ട് കൊച്ചു കുട്ടികളും വലിയ പ്രായമായവരും സുഖമില്ലാത്തവരും ഒക്കെ ഈ വഴി കൂടാൻ പോകുന്നത്. ഏത് നിമിഷവും ഇത്
ഇടിഞ്ഞ് താപ്പോട്ട് വീഴാനുള്ള ഒരു അവസ്ഥയിലിരിക്കുക. അത് പല ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട പലരോടും ഞങ്ങൾ ഇന്ന് പല പ്രാവശ്യം പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ പാമ്പിന്റെ ശല്യം സന്ധ്യയല്ല പകല് പോലും ഇത് നടക്കാൻ വയ്യ. അതുകൊണ്ട് ഇപ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് ഞങ്ങളെ ഇവിടെ ഇതിൽ നടന്നു വന്ന കുഞ്ഞുങ്ങളെ ഓട്ടിച്ചതാ പാമ്പ്. ഇതിന്റെ ഒരു വലിയ കെട്ടിടം അമ്മാച്ചമുക്ക് എന്ന് പറയുന്ന ജംഗ്ഷനിൽ കിടപ്പുണ്ട്. അവിടെയും ഇതരായി കിടക്കുകയാണ് ഇന്ന്. ഇത് നോക്കാനോ കാണാനോ ആരുമില്ല. പ്രത്യേകിച്ച് MP-യോ MLA-യോ ഇതിന് അധികാരപ്പെട്ട ആരെങ്കിലും വന്ന് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചാൽ വലിയ ഉപകാരമായി. സംസ്ഥാനത്ത് അവധിക്കാല ക്ലാസുകൾ അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അവധിക്കാലം വിദ്യാർത്ഥികൾക്ക് ആഘോഷിക്കാനുള്ളതാണ്. മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ അവധിക്കാലം ആസ്വദിക്കാൻ കഴിയണമെന്നും സ്റ്റേറ്റ് സിലബസ് മാത്രമല്ല എല്ലാ സിലബസിൽപ്പെട്ടവരും ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റേറ്റ് സ്കൂളിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്റ്റേറ്റ് സ്കൂളിൻ്റെ കാര്യമാണ് പറഞ്ഞെങ്കിലും കേന്ദ്ര സിലബസിലുള്ള സ്കൂളുകൾക്കും ഇത് ബാധകമാണെന്ന് വെച്ചാൽ മാൻഡേറ്ററി അല്ല, ബാധകമാക്കേണ്ടതാണ്. കാരണം അവധിക്കാലത്ത് കുട്ടികളെ നിർബന്ധമായി സ്കൂളിൽ വിളിച്ചു വരുത്തി അവരുടെ ക്ലാസ് കൊടുക്കുകയും അഡീഷണൽ അപ്പോൾ ഈ അവധിക്കാലം എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ പിന്നെ അവധി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ആ ദിവസം കൂടെ ക്ലാസ് നമുക്ക് നടത്തിയാലും മതിയുള്ളൂ. അപ്പം പൊതുവിൽ നമ്മുടെ പിന്നെ പരീക്ഷകളുടെ ദൈർഘ്യം, ക്ലാസ്സിൻ്റെ മാത്രം ദൈർഘ്യം, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. മലപ്പുറം നിലമ്പൂർ ബിവറേജ് ഷോപ്പിൽ നിന്നും വില കൂടിയ മദ്യം മോഷ്ടിച്ച 20-കാരൻ പിടിയിൽ. നമ്പൂരിപ്പൊട്ടി സ്വദേശി മുഹമ്മദ് ഷഹീനാണ് പിടിയിലായത്. കസ്റ്റമേഴ്സിന് സ്വയം മദ്യം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വില കൂടിയ മദ്യക്കുപ്പികൾ വിൽക്കുന്ന പ്രീമിയം കൗണ്ടറിലാണ് മോഷണം നടന്നത്. പ്രതിയും സുഹൃത്തും ഷോപ്പിൽ പ്രവേശിച്ച ഒരാൾ സ്റ്റാഫിന്റെ ശ്രദ്ധ തിരിക്കുകയും രണ്ടാമത്തെയാൾ മദ്യക്കുപ്പികൾ പ്രത്യേക അറകളുള്ള പാൻറിൽ ഒളിപ്പിച്ച് കടത്തുകയുമായിരുന്നു. തുടർന്ന് സംശയം തോന്നിയ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ കണ്ടെത്തിയത്. നെടുമങ്ങാട് കല്ലമ്പാറ കിള്ളിയാറിന്റെ തീരത്ത് മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ 17-കാരനെ താഴെ ഇറക്കി. പാലോട് സ്വദേശി ആഷിഖാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ആഷിഖ നേരത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടിയതായി പോലീസ് അറിയിച്ചു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് പിന്നിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേനയും പോലീസും എത്തിയാണ് ആഷിഖിനെ താഴെ ഇറക്കിയത്. രാവിലെ വീടിന്റെ സമീപത്തു നിന്നും ബൈക്കുമായി പോയ ആഷിഖിനെ കാണാത്തതിനെ തുടർന്ന് മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നെടുമങ്ങാട് നിന്നും കണ്ടെത്തിയത്. റബ്ബർ പാലിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ പെയിന്റ് നിർമ്മിച്ച റബ്ബർ ബോർഡ് കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വികസിപ്പിച്ചെടുത്ത പ്രകൃതിദത്ത പെയിന്റ് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും ഔദ്യോഗിക ഉദ്ഘാടനവും ചൊവ്വാഴ്ച നടക്കും. കേരള പെയിന്റ്സിനാണ് സാങ്കേതിക വിദ്യ കൈമാറുന്നത്. മന്ത്രി VN വാസവൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സിൽവർ ജൂബിലി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ചാണ്ടിയുമ്മൻ MLA അധ്യക്ഷത വഹിക്കും. കഴിഞ്ഞ 1.5 വർഷമായി നടത്തിവരുന്ന പരീക്ഷണങ്ങളുടെ ഫലമായാണ് റബ്ബർ പാലിൽ നിന്നും തികച്ചും പരിസ്ഥിതി സൗഹൃദമായ പെയിന്റ് നിർമ്മിക്കാമെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. നാച്ചുറൽ ലാറ്റക്സ്, കടൽക്കക്ക, നാച്ചുറൽ ക്ലേ, പ്ലാന്റ് എക്സ്ട്രാക്ട് എന്നിവയെല്ലാം ചേർത്ത് നിർമ്മിക്കുന്ന പെയിന്റ് ഒരു തരത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന എമൽഷൻ പെയിന്റുകളേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള പെയിന്റ് ഫോർമുലയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ M വസന്തികേശൻ IRSന്റെ കീഴിലാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി ഡോക്ടർ ദേബബ്രത റായ് ചുമതല ഏറ്റെടുത്തു. RRIയിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ കൺസൾട്ടൻസി ഡിവിഷന്റെ ഭാഗമായ റബ്ബർ പ്രൊഡക്ട്സ് ഇൻക്യുബേഷൻ സെന്ററാണ് പ്രകൃതിദത്ത പെയിന്റ് വികസിപ്പിച്ചെടുത്തത്. ഞങ്ങൾ ഇത്രയും സമയമെടുക്കാൻ തന്നെ കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്ന പെയിന്റിനേക്കാൾ കിടപിടിക്കുന്ന ഒരു പെയിന്റ് വാട്ടർ ബേസ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് കൊണ്ടാണ്. അതിൽ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. കേരള പെയിൻറ്റ്സ് നമ്മളെ സമീപിക്കുന്നത് ഇപ്പോഴത്തെ പെയിൻറ്റിൻ്റെ ദൂഷ്യവശങ്ങളില്ലാത്ത, ആൾക്കാർക്ക് ദോഷകരമല്ലാത്ത പ്രകൃതിദത്തമായ കെമിക്കൽസ് ഉണ്ട്, നാച്ചുറൽ റബ്ബർ കൊണ്ടും ഒരു പെയിൻ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയത്തിലാണ്. ആ ആശയം കേട്ടപ്പോൾ നമുക്കും നല്ലതായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ട്രയലുകൾ നോക്കി അവസാനം ഫൈനൽ രീതിക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ.
അതുകൊണ്ട് തന്നെ പെയിൻറ്റേഴ്സിനും അകത്ത് താമസിക്കുന്നവർക്കും യാതൊരുവിധ ദോഷങ്ങളും ഇതുണ്ടാക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ കർഷകർക്കും അത് പെയിൻ്റ് അടിക്കുന്നവർക്കും അതിൽ ഉപയോഗിക്കുന്നവർക്കും എല്ലാം തന്നെ ഒരു ഗുണകരമായിട്ടുള്ള ഒരു പെയിൻ്റാണ്. സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഷേര മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള റബ്ബർ ടെക്നോളജി വിദഗ്ധരുടെ സംഘമാണ് ആരോഗ്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഈ പെയിന്റ് ഫോർമുല വികസിപ്പിച്ചത്. കേരള പെയിന്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിൽ കേരള പെയിന്റ്സ് ഭദ്രം എന്ന പേരിലാണ് പെയിന്റ് നിർമ്മിക്കുക. നാച്ചുറൽ ലാറ്റക്സ് ആണ് ഇതിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത്. പ്രകൃതിദത്തമായ പ്ലാന്റ് എക്സ്ട്രാക്ട് ചേർത്തുള്ള നിറങ്ങൾ ചേർക്കാമെന്നതിനാൽ വീടിനുള്ളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കളറുകൾ ലഭിക്കുകയും ചെയ്യും. കേരള വിഷൻ ന്യൂസ്, കോട്ടയം. രാജ്യവ്യാപകമായി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി കേരള വിഷൻ. ഇതിന്റെ ആദ്യ ചുവടുവെപ്പായി പശ്ചിമ ബംഗാളിൽ കേരള വിഷൻ പ്രവർത്തനം ആരംഭിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം കൊൽക്കത്തയിൽ നടന്നു. ബംഗാളിലെ ബാലാജി യൂണിവേഴ്സലുമായി ചേർന്നാണ് കേരള വിഷന്റെ ബംഗാളിലെ പ്രവർത്തനം. കേരളത്തിൽ 70% വിഹിതമുള്ള കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് രാജ്യത്തെ മുൻനിര മൾട്ടി സിസ്റ്റം ഓപ്പറേറ്ററാണ്. കേരളത്തിൽ വിവിധ പ്രാദേശിക നെറ്റ്വർക്കുകളെ ഒരുമിപ്പിച്ച് വിജയകരമായി നടപ്പാക്കിയ ഓപ്പറേറ്റർമാരുടെ ഉടമസ്ഥതയിലും ഓപ്പറേറ്റർമാർ നയിക്കുന്നതുമായ ബിസിനസ് മോഡൽ ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാനാണ് കേരള വിഷൻ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് കേരള വിഷൻ പ്രവർത്തനത്തിന് പശ്ചിമ ബംഗാളിൽ തുടക്കം കുറിച്ചത്. പശ്ചിമ ബംഗാളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ശക്തമായ സാന്നിധ്യമുള്ള ബാലാജി യൂണിവേഴ്സിലുമായി ചേർന്നാണ് പ്രവർത്തനം. KCCL ബംഗ്ല എന്ന പേരുള്ള പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം കൊൽക്കത്തയിൽ നടന്നു. 3, 2, 1. ദീർഘകാലമായി രാജ്യമൊട്ടാകെയുള്ള കേബിൾ TV ഓപ്പറേറ്റർമാർ കാത്തിരിക്കുന്ന വിജയകരമായ ബിസിനസ് മോഡലാണ് KCCL മുന്നോട്ട് വയ്ക്കുന്നതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. കൂട്ടായ കാഴ്ചപ്പാടിന്റെ ശക്തിയുടെ തെളിവാണ് KCCL സൃഷ്ടിച്ച മാതൃകയെന്ന് മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ പറഞ്ഞു. കോർപ്പറേറ്റുകൾക്കെതിരെ പൊരുതുവാനുള്ള ഒരു ദേശാന്തര പ്രസ്ഥാനമാവാനുള്ള ദൗത്യമാണിതെന്ന് KCCL ചെയർമാൻ K ഗോവിന്ദൻ പറഞ്ഞു. അധിനിവേശത്തിനെതിരായ ഈ ജനകീയ സംരംഭകത്വ ബദലിന് ഊഷ്മളമായ സ്വീകരണമാണ് കൊൽക്കത്തയിൽ ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമ ബംഗാളിൽ പരമാവധി വയർഡ് ബ്രോഡ്ബാൻഡ് വ്യാപനം കൈവരിക്കുകയും അതുവഴി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനം കൈവരിക്കുന്നതിന് ഓപ്പറേറ്റർമാരെയും സർക്കാരിനെയും പിന്തുണയ്ക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് KCCL KVBL COO N പത്മകുമാർ പറഞ്ഞു. And once we established, gradually we will move to promote wired broadband into both urban and rural areas, and thereby we will, as KCCL company, will contribute for the economic development of West Bengal. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KV രാജൻ, സുരേഷ് കുമാർ C, ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. കേരളം കണ്ട ഏറ്റവും വലിയ ഓണം ഓഫറായ മൈജി ഓണം മാസ് ഓണം സീസൺ 3ക്ക് കോട്ടയത്ത് തിരശ്ശീല വീണു. ആൻസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ 25 കാർ, 30 സ്കൂട്ടർ, 1 ലക്ഷം രൂപ വീതം 30 പേർക്ക് ക്യാഷ് പ്രൈസ്, 30 ദമ്പതികൾക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 1 പവന്റെ 30 സ്വർണ്ണ നാണയങ്ങൾ തുടങ്ങിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി, മൈജി ബ്രാൻഡ് അംബാസിഡർ ടൊവിനോ തോമസ്, കോട്ടയത്തെ പൗരപ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 25 കോടി രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പ്രഖ്യാപിച്ചിരുന്ന മൈജി ഓണം മാസ് ഓണം സീസൺ 3 ഓണം ഓഫറിന് മൈജിയുടെ 150-ൽ പരം ഷോറൂമുകളിലും ആവേശകരമായ വരവേൽപ്പാണ് ലഭിച്ചത്. വെറും 45 ദിവസങ്ങൾക്കുള്ളിൽ വിജയികളെ പ്രഖ്യാപിച്ച കാത്തിരിപ്പില്ലാതെ എല്ലാ സമ്മാനങ്ങളും വേഗത്തിൽ വിതരണം ചെയ്തു എന്നുള്ളതും മൈജിയുടെ നേട്ടമാണെന്ന് മൈജി ചെയർമാൻ AK ഷാജി പറഞ്ഞു. ഒട്ടും താമസമില്ലാതെ വിജയികൾക്ക് നൽകുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും നല്ല വിലക്കുറവും നല്ല ക്വാളിറ്റിയുമുള്ള ഉൽപ്പന്നങ്ങളും മൈജിയിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ടൊവിനോ തോമസ് പറഞ്ഞു.
64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടലും ലോഗോ, ഫിക്സ്ചർ എന്നിവയുടെ പ്രകാശനവും തൃശൂരിൽ നടന്നു. തെക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിലായിരുന്നു പ്രധാന വേദിയുടെ പന്തൽ കാൽനാട്ട് കർമ്മം. തുടർന്ന് രാമനിലയത്തിൽ നടന്ന ചടങ്ങിൽ കലോത്സവ ലോഗോ, ഫിക്സ്ചർ എന്നിവയുടെ പ്രകാശനവും നടന്നു. 2026 ജനുവരി 14 മുതൽ 18 വരെയാണ് തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറുന്നത്. പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനം ഉൾപ്പെടെ 25 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ രാജൻ, ആർ ബിന്ദു എന്നിവർ ചേർന്ന് പ്രധാന വേദിയുടെ പന്തൽ കാൽനാട്ടു കർമ്മം നിർവഹിച്ചു. തൃശൂർ രാമനിലയത്തിൽ നടന്ന ചടങ്ങിൽ കലോത്സവ ലോഗോയും ഫിക്സ്ചറും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രകാശിപ്പിച്ചു. കഴിഞ്ഞ വർഷത്തെ കലോത്സവ മാധ്യമ അവാർഡുകളും മന്ത്രി പ്രഖ്യാപിച്ചു. ജനുവരി 14 രാവിലെ 10 മണിക്ക് തേക്കിൻകാട് മൈതാനിയിലെ 1ാം വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ജനുവരി 18 സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി മോഹൻലാൽ പങ്കെടുക്കും. 5 ദിവസങ്ങളിലായി 239 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. തിരുവനന്തപുരം കിളിമാനൂരിൽ ഓട്ടോയും മിനി ലോറിയും കൂട്ടിയിടിച്ച ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. വെഞ്ഞാറമൂട് സ്വദേശി ലൈഷം ഷായാണ് മരിച്ചത്. കാരേറ്റ് ഭാഗത്തു നിന്നും കിളിമാനൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയിൽ എതിർദിശയിൽ നിന്നും വന്ന ഓട്ടോ ഇടിക്കുകയായിരുന്നു. ഓട്ടോ ഡ്രൈവർ ഉറങ്ങിയതാവാം അപകട കാരണമെന്നാണ് നിഗമനം. ഓട്ടോയിലുണ്ടായിരുന്ന യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം കിളിമാനൂരിൽ കാർ ഇടിച്ച് കാൽനട യാത്രക്കാരന് ഗുരുതര പരിക്ക്. കുന്നുമ്മൽ സ്വദേശി സുഗതനാണ് പരിക്കേറ്റത്. ഇരട്ടച്ചിറയിലുള്ള വർക്ക്ഷോപ്പ് തൊഴിലാളിയായ സുഗതൻ ഷോപ്പിലേക്ക് നടന്നു പോകുമ്പോൾ പുറകിലൂടെ വന്ന ഇന്നോവ കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഏലം സ്റ്റോർ കെട്ടിടത്തിന് പെർമിറ്റ് ലഭിക്കുന്നതിന് 50,000 രൂപ കൈക്കൂലി വാങ്ങവേ ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് ഓവർസിയർ വിജിലൻസ് സംഘത്തിന്റെ പിടിയിൽ. സേനാപതി സ്വദേശി വിഷ്ണുദാസ് ആണ് പിടിയിലായത്. ഏലം സ്റ്റോർ കെട്ടിടത്തിന് പെർമിറ്റ് ശരിയാക്കി കൊടുക്കുന്നതിന് പ്രതി വിഷ്ണുദാസ് 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു. കെട്ടിടം പരിശോധിച്ച് കാര്യങ്ങൾ ശരിയാക്കി തരാമെന്നും അവിടെ വെച്ച് തുക നൽകണമെന്നും വിഷ്ണുദാസ് ആവശ്യപ്പെട്ടു. തുടർന്ന് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഐസ് പ്ലാന്റിൽ അമോണിയം ചോർന്നു. കാര സെൻട്രലിലുള്ള ശ്രീ അംബിക ഐസ് പ്ലാന്റിലെ അമോണിയ ടാങ്കിലാണ് ചോർച്ചയുണ്ടായത്. പ്ലാന്റിൽ അറ്റകുറ്റപ്പണിക്കിടെയാണ് ചോർച്ചയുണ്ടായത്. അമോണിയം ചോർന്നു തുടങ്ങിയിരുന്നുവെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ അന്തരീക്ഷത്തിൽ രൂക്ഷഗന്ധം ഉയർന്ന സാഹചര്യത്തിൽ പ്ലാന്റ് ജീവനക്കാർ അമോണിയം വെള്ളത്തിലൂടെ കടത്തിവിട്ട് നിർവീര്യമാക്കി. 5ാമത് അന്താരാഷ്ട്ര സാഹിത്യ സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കം. കവിയും സരസ്വതി സമ്മാൻ ജേതാവുമായ പ്രഭാവർമ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ട്, ഫ്രാൻസ്, US തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വർഷത്തിലേറെയായി മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയാണ് വിടവാങ്ങിയതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. എഴുത്തിലൂടെയും സിനിമകളിലൂടെയും തിരക്കഥകളിലൂടെയും അഭിപ്രായങ്ങൾ ശക്തമായി അവതരിപ്പിച്ച കലാകാരനായിരുന്നു ശ്രീനിവാസൻ. കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം എക്കാലവും നമ്മൾക്കിടയിൽ ജീവിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ നൂറനാട് 12-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത പ്രതി പിടിയിൽ. ആദിക്കാട്ടുകുളങ്ങര സ്വദേശി ദിലീപാണ് പിടിയിലായത്. അയൽവാസിയായ ദിലീപ് സ്കൂളിൽ വിടാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു. പെൺകുട്ടിയെ എതിർത്തതിനെ തുടർന്ന് ദിലീപ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടു. സ്കൂളിലെത്തിയ പെൺകുട്ടി അധ്യാപകരെ അറിയിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്.